നമസ്കാരം കൂട്ടുകാരെ, കണ്ണനും ചിറ്റ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോഴും ഉള്ളിലൊരു നീറ്റലുണ്ട്. വയനാടിൻ്റെ ദുരന്തം നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ എല്ലാവരും അവരെ പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുക. പ്രളയത്തെയൊക്കെ നമ്മൾ അതിജീവിച്ച് വന്നവരാണല്ലോ, ഇതും നമ്മൾ അതിജീവിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു അയിലക്കറി വയ്ക്കാം. അപ്പോൾ അയിലക്കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയില കറി വെക്കാനായിട്ട് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും മുളകും പുളിയൊക്കെ പെട്ടെന്ന് ഈ മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ ഫേവറേറ്റ് കറിവേപ്പില, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെള്ളം, ഓയിൽ, ഉലുവ, ഉപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് തുടങ്ങാം. പോയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാവും, കാരണം ചട്ടി ഇത്രയും ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാവും. തീ എപ്പോഴും ഒരു മീഡിയത്തിലിട്ടാൽ മതി. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ്. ഉലുവ ഒന്ന് പൊട്ടട്ടെ. ഉലുവ പൊട്ടി വരുന്നുണ്ട്. ആ സമയം നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ചെറിയുള്ളി ഉള്ളവർ ചെറിയുള്ളി ചേർത്തോ. ഞാനിപ്പോൾ ചേർക്കുന്നത് സവോളയാണ്. നിങ്ങൾക്കറിയാലോ, എൻ്റെ എല്ലാ വീഡിയോയിലും സവോളയായിരിക്കും. ചെറിയുള്ളി മിക്കവാറും ഇവിടെ കാണാറില്ല. അപ്പോൾ ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി ഞാൻ ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മുഴുവനായിട്ട് വഴണ്ട് വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ തക്കാളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ടാവുമല്ലോ ഈ പെണ്ണിനെന്താ വട്ടായിപ്പോയോന്ന്. വട്ടായതല്ല, കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഒന്ന് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമല്ലോ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തീ സിമ്മിൽ വെച്ചിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിങ്ങനെ തന്നെ അധിക സമയം ചട്ടിയിൽ വെക്കരുത്. ഇത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കണം. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നു കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കിത് അതിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം കേട്ടോ. ഞാനിപ്പോൾ അരച്ചിട്ട് കാണിക്കാം. വെള്ളം ചേർക്കണമെന്നില്ല, തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. നമുക്ക് അരച്ചിട്ട് വരാം. നമ്മൾ അരച്ച് കൊണ്ടുവന്നത് വെള്ളം ചേർക്കാതെയാണെങ്കിലും നമ്മൾ ചട്ടിയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് വീണ്ടും നമ്മുടെ പഴയ ചട്ടി തന്നെ മതി. ആ ചട്ടിയിലേക്ക് ഈ അരച്ചു കൊണ്ടുവന്ന മിശ്രിതം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. തിളക്കാൻ വെക്കുന്നതിനോടൊപ്പം തന്നെ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തിള വരട്ടെ. ഇത് തിളച്ച് വന്നിട്ടാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടുകയുള്ളൂ. അടച്ചു വയ്ക്കാം.
ചെറുതായിട്ടൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയില കഷ്ണങ്ങൾ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കഷ്ണങ്ങൾ ഇങ്ങനെ മുഴുവനോടെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പീസാക്കിയിട്ടൊക്കെ ഇട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ഇങ്ങനെ ഇട്ടു. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ തെറ്റില്ല. പക്ഷെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിനെ ഇളക്കി കൊടുക്കരുത്. നമ്മളിങ്ങനെ കൈകൊണ്ട് ചട്ടി ഒന്ന് 2 കൈകളിൽ പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഫോൺ പിടിച്ചുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. കുറച്ചും കൂടി വേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് മീഡിയം സിമ്മിലിട്ട് നമുക്ക് ഈ കറി, മീൻ കഷ്ണങ്ങളെല്ലാം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ അയിലക്കറി നല്ല തിളച്ച് വെന്ത് കഷ്ണങ്ങളൊക്കെ വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കാത്തവരെല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഒപ്പം എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.